മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിൽ CPM നേതൃത്വത്തിൽ നടക്കുന്ന ഏകാധിപത്യത്തിനും കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കുമെതിരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് UDF അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലെ ചടങ്ങുകളിൽ ഡിവിഷൻ മെമ്പറെ അടക്കം ഒഴിവാക്കിക്കൊണ്ട് ഇഷ്ടക്കാരെയാണ് പ്രസിഡന്റ് കയറ്റുന്നതെന്നും ഡിവിഷനുകളിലേക്ക് ഫണ്ടുകൾ അനുവദിക്കാതെ പഞ്ചായത്തുകൾക്ക് തന്നിഷ്ടപ്രകാരം നേരിട്ട് ഫണ്ട് കൈമാറുന്ന രീതി ന്യായീകരിക്കാവുന്നതല്ലെന്നും അംഗങ്ങൾ പറഞ്ഞു. ബ്ലോക്കിന്റെ ഉടമസ്ഥതയിലും ആസ്തിയിലുമുള്ള കെട്ടിടത്തിൽ ബ്ലോക്ക് പദ്ധതികൾ ആസൂത്രണം ചെയ്യാതെ കെട്ടിടം തന്നെ എളവള്ളി പഞ്ചായത്തിന് കൈമാറ്റം ചെയ്തത് കൈവിട്ട അന്യായമാണ്. രാജിവെച്ച ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CPM അംഗം ഷാജു അമ്പലത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുകയാണെന്നും ചെയർമാനോട് ആലോചിക്കാതെയും അവഗണിച്ചുമാണ് ഭരണസമിതി മുന്നോട്ടു പോയത് എന്നതിന് ദൃക്സാക്ഷികളാണ് തങ്ങളെന്നും തുടർച്ചയായ അവഗണനയിൽ പൊറുതിമുട്ടിയാണ് അദ്ദേഹം രാജിവെച്ചതെന്നും അംഗങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പാവറട്ടി PHCയിലെ വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനത്തിൽ ഡിവിഷൻ അംഗമായ മിനി ലിയോയെ അവഗണിച്ചുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത DYFI നേതാക്കളെ ആ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിക്കുന്ന നിലപാടിൽ പ്രതിഷേധിക്കുന്നു എന്നും അംഗങ്ങൾ കൂട്ടിച്ചേർത്തു. ഇത്തരം ഏകാധിപത്യപരമായ നിലപാടുകളിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അംഗങ്ങൾ അറിയിച്ചു. OJ ഷാജൻ, ഗ്രേസി ജേക്കബ്, മിനി ലിയോ, ഷെരീഫ് ചിറക്കാൻ, എൻജെ ലിയോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.